Virgin haben Lecker. Virgin haben Lecker. Virgin haben Lecker. ഈ പ്രതിമയാണ് സുൽത്താനെ എൻ്റെ വീട്ടിൽ സംഭവിച്ച മരണത്തിനും അപകടങ്ങൾക്കും കാരണമായത്. കഴിഞ്ഞ ദിവസം എന്നെ തേടി വന്ന ഒരു ചിത്രത്തോടൊപ്പം ചോദിച്ചൊരു ചോദ്യമാണത്. അസീറിയൻ സംസ്കാരത്തിലും ബാബിലോണിയൻ സംസ്കാരത്തിലും പറയുന്ന ഒരു ഡയറ്റി, ഒരു ഡീമണിക് ഡയറ്റി. ആ ഡയറ്റിയുടെ പ്രതിമയോ ചിത്രമോ വീട്ടിലുണ്ട് എങ്കിൽ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ജീവന് അത് അപകടമാണ്. ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടോ എന്നായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. വീട്ടിൽ അകാരണമായ ചില അപകടങ്ങൾ സംഭവിക്കുന്നു, ഒരു മരണവും. സ്വാഭാവികമായും ആരും ചിന്തിച്ചു പോകും ഇത്തരത്തിലൊന്ന്. പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിലെ ഷോക്കേസിൽ അങ്ങനൊരു പ്രതിമയുണ്ടെങ്കിൽ, ആ പ്രതിമയ്ക്ക് പറയാൻ അത്തരത്തിൽ ചില കഥകളുണ്ടെങ്കിൽ. ആ പ്രതിമ അയാളുടെ ഷോക്കേസിൽ വന്നു കയറിയിട്ട് ഏതാനും മാസങ്ങളെ ആവുന്നുള്ളൂ. അന്നു മുതൽ വീട്ടിൽ പ്രശ്നങ്ങളാണ്. വന്നു കണ്ട ചിലരാണ് പറഞ്ഞത് അത് പസൂസുവിൻ്റെ പ്രതിമയാണ് എന്ന്. പസൂസു അങ്ങനൊരു പേര് ഞാൻ ആദ്യമായി കേൾക്കുന്നത് എക്സോസിസ്റ്റ് എന്ന സിനിമയിലാണ്. ആ സിനിമയിൽ പറയുന്നതും അത്തരത്തിൽ ഒരു കഥയാണ്. പസൂസു എന്ന ഡീമണിക് ഡയറ്റിയുടെ വീണ് കിട്ടിയ പ്രതിമയിൽ നിന്നാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് എന്ന്. അങ്ങനെയെങ്കിൽ അതിലെന്തെങ്കിലും സത്യമുണ്ടായിരിക്കുമോ? ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. നീണ്ട ചിറകുകളും ഭയപ്പെടുത്തുന്ന ചിരിയും മനുഷ്യൻ്റെ രൂപവും ഒരു പിശാചിനെ പോലെ വികൃതമായ കാലുകളും ഈ ഒരു ഡയറ്റിയുടെ പ്രത്യേകതയാണ്. അതിൻ്റെ പൂർണ്ണരൂപം ഒരിക്കലും ഷോക്കേസിൽ വയ്ക്കാൻ തോന്നുകയില്ല. കാരണം അറയ്ക്കുന്ന ഒരു വിശ്വരൂപമാണ് ഈ ഒരു ഡയറ്റിക്ക്. 2 ജനനേന്ദ്രിയങ്ങൾ അതിൻ്റെ ശില്പത്തിൽ കാണാൻ കഴിയും. ഒന്ന് പൂർണ്ണമായും ഉദ്ധരിച്ചു നിൽക്കുന്ന ഒരു പുരുഷൻ്റെ ജനനേന്ദ്രിയം പോലെ, മറ്റൊന്ന് ഇടതുകാലിൽ ഒരു സർപ്പം പോലെ പിണഞ്ഞു തൂങ്ങിക്കിടക്കുന്നത് പോലെ. ഇന്ന് പല വീടുകളിലും പസൂസു സൂക്ഷിക്കപ്പെടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നിരിക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം, അങ്ങനൊരു പ്രതിമ എങ്ങനെയാണ് ഷോക്കേസിൽ സൂക്ഷിക്കുന്നത് എന്ന്. മറ്റൊന്നുമല്ല, വിശ്വരൂപത്തിലല്ല എങ്കിലും അതിൻ്റെ തലഭാഗം പലരും സൂക്ഷിക്കുന്നുണ്ട്. അത് പസൂസു എന്ന ഡീമോണിക് ഡയറ്റിയുടേതാണ് എന്നുപോലും അറിയാതെയാണ് പലരും ഓൺലൈനായി വാങ്ങുന്നതും സൂക്ഷിക്കുന്നതും. ഇൻ്റർനെറ്റിലൊന്ന് അന്വേഷിച്ചാൽ കാണാൻ സാധിക്കും പസൂസു എന്ന ഡീമോണിക് ഡയറ്റ് കാരണമുണ്ടായ പല ദുരനുഭവങ്ങളും. അത് വിശ്വസിക്കാത്തവരായിരിക്കാം ബഹുഭൂരിപക്ഷവും. പക്ഷേ സ്വന്തം വീട്ടിൽ അങ്ങനെ ചിലത് സംഭവിച്ച് തുടങ്ങിയാലോ വിശ്വസിച്ചു പോകും, അല്ല? അതുതന്നെ ആയിരിക്കാം അദ്ദേഹത്തിനും സംഭവിച്ചത്. പുറത്ത് പറയില്ല എന്നുറപ്പോടുകൂടിയാണ് അയാൾ തനിക്കുണ്ടായ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷേ ആ വിഷയത്തെക്കുറിച്ച് ചിലത് എനിക്ക് പറയാനുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അതൊരു വിഷയമായി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പസൂസു എന്ന ഡീമോണിക് ഡയറ്റ് നശിപ്പിച്ച ഒരു കുടുംബമുണ്ട്. അതേക്കുറിച്ച് ഒരുപാട് ആർട്ടിക്കിളുകൾ ഇൻ്റർനെറ്റിൽ തിരഞ്ഞാൽ നമുക്ക് വായിക്കാനും സാധിക്കും. അതേക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം മറ്റൊരാൾ കൂടിയുണ്ട്. മീറ്റ് മിസ്റ്റർ കാക്കി സൊയ് കുച്ചിൻ. എപ്പോൾ ജനിച്ചുവെന്നോ എപ്പോൾ മരണപ്പെട്ടു എന്നോ കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷേ അയാൾക്ക് പറയാനുള്ള കഥയ്ക്ക് ഏതാണ്ട് 150 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. ഇൻ്റർനെറ്റിൽ അയാൾ അറിയപ്പെടുന്നത് സ്വിഫ്റ്റ് റണ്ണർ എന്ന പേരിലാണ്. 1879 അതികഠിനമായ മഞ്ഞുകാലത്തിൻ്റെ അവസാന ഭാഗത്തിൽ അയാൾ കാട്ടിൽ നിന്നും തിരികെ നാട്ടിലെത്തി. അത്രയും കാലം അയാളോടൊപ്പം ഉണ്ടായിരുന്ന കുടുംബം അന്ന് അയാളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അവരെല്ലാം എവിടെ പോയി എന്ന നാട്ടുകാരുടെ ചോദ്യത്തിന് അയാൾക്ക് പറയാനുണ്ടായിരുന്നത് അവർ വിശന്ന് മരിച്ചു എന്നായിരുന്നു. അത്രയും തീവ്രമായ മഞ്ഞുകാലത്തിൽ സർവൈവ് ചെയ്യുക എന്നത് ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള വിഷയമായിരുന്നു. പക്ഷേ
ഇയാൾ മാത്രം എങ്ങനെ വിശപ്പിൽ നിന്നും രക്ഷപ്പെട്ടു? അങ്ങനൊരു ചിന്തയിലാണ് സ്വിഫ്റ്റ് റണ്ണറുടെ കഥ ആരംഭിക്കുന്നത്. കഥ നടക്കുന്നത് കാനഡയിലാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ റോമ കച്ചവടത്തിന് മുന്നിലായിരുന്ന കാലം. 1750കളിലാണ് യൂറോപ്യൻസ് അവിടേക്ക് ആദ്യമായി വന്നെത്തുന്നത്. അതോടെ പല പ്രശ്നങ്ങളുടെയും തുടക്കമായി. പ്രധാനമായും 2 കമ്പനികൾ, ഹഡ്സൺ ബേ കമ്പനിയും നോർത്ത് വെസ്റ്റ് കമ്പനിയും 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ട്രേഡിംഗ് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തു. നോർത്ത് അമേരിക്കയിലെ പലയിടങ്ങളിലും സംഭവിച്ചതുപോലെ തന്നെ വെള്ളക്കാരുടെയും മിഷണറിമാരുടെയും വരവ് പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചു. സ്ഥലം പിടിച്ചെടുക്കുകയും പ്രദേശവാസികളെ നാടുകടത്തുകയും ചെയ്തു. ആ കാലത്ത് അവിടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു സ്വിഫ്റ്റ് റണ്ണർ എന്നറിയപ്പെട്ടിരുന്ന കാക്കി സൈക്കുച്ചൻ. മരം വെട്ടും മൃഗവേട്ടയുമായിരുന്നു അയാളുടെ പ്രധാന ജോലി. ഒരു ഭാര്യയും 6 കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബമായിരുന്നു അയാളുടേത്. ഹഡ്സൺ ബേ എന്ന കമ്പനിക്ക് വേണ്ടിയായിരുന്നു അയാൾ ജോലി ചെയ്തിരുന്നത്. മഞ്ഞുകാലം തുടങ്ങിയാൽ കുടുംബസമേതം ഉൾക്കാടുകളിലേക്ക് സഞ്ചരിക്കുക എന്നത് അവിടെ പതിവായിരുന്നു. ആ മഞ്ഞുകാലത്തിൽ സ്വിഫ്റ്റിനോടൊപ്പം സഞ്ചരിച്ചിരുന്നത് അയാളുടെ ഭാര്യയും കുഞ്ഞുങ്ങളും മാത്രമല്ല, അയാളുടെ ഭാര്യയുടെ മാതാവും സഹോദരനുമായിരുന്നു. എന്നാൽ മഞ്ഞുകാലത്തിന് ശേഷം തിരികെ നാട്ടിലേക്ക് വന്നത് അയാൾ മാത്രമായിരുന്നു. അതേക്കുറിച്ച് അന്വേഷിച്ച മിഷണറിമാരോടും അയാൾക്ക് പറയാനുണ്ടായിരുന്നത് അതേ കഥ തന്നെയായിരുന്നു. പക്ഷെ അത്രയ്ക്കും തീവ്രമായ മഞ്ഞുകാലത്തിൽ അയാൾ എങ്ങനെ പിടിച്ചു നിന്നു എന്നത് മിഷണറിമാരിലും സംശയത്തിൻ്റെ വിത്ത് പാകിയിരുന്നു. അയാളിലേക്ക് സംശയം തിരിയാൻ പ്രധാനമായും ചില കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, മഞ്ഞുകാലത്തിന് മുമ്പ് കാട് കയറുന്ന സമയത്ത് അയാൾക്കുണ്ടായിരുന്ന ആരോഗ്യത്തെക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് കാഴ്ചയിൽ ഇപ്പോൾ അയാളുള്ളത്. തൻ്റെ കുടുംബം മുഴുവൻ വിശന്ന് മരിച്ചു എന്ന് പറയുമ്പോഴും അയാൾ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. രണ്ടാമതായി, അയാൾ ചെയ്ത ചില പ്രവൃത്തികൾ ആ സംശയത്തിൻ്റെ ആക്കം കൂട്ടുകയും ചെയ്തു. കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ട സ്വിഫ്റ്റ് റണ്ണർ മിഷണറിമാരോട് അഭ്യർത്ഥിച്ചത് അനാഥാലയത്തിലെ ചില കുഞ്ഞുങ്ങളെ അയാൾക്കൊപ്പം വിട്ടയക്കാനാണ്. രാജ്യത്തുടനീളം പടർന്ന പകർച്ചവ്യാധിയിൽ അസുഖം ബാധിച്ച കുഞ്ഞുങ്ങളെ മാറ്റിപ്പാർപ്പിച്ച ഇടങ്ങളിൽ നിന്നും അയാൾ കുഞ്ഞുങ്ങളെ ആവശ്യപ്പെട്ടു. കുഞ്ഞുങ്ങളോട് കാടിനുള്ളിലെ തൻ്റെ ക്യാമ്പ് മനോഹരമാണ് എന്നും അവിടേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് നിർബന്ധിച്ചതായും അവർ പറയുന്നു. ഇത് അവരിൽ സംശയം വർദ്ധിപ്പിച്ചു. സ്വന്തം കുഞ്ഞുങ്ങൾ വിശന്നു മരിച്ച ആ കാട്ടിലേക്ക് മറ്റു കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ അയാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തോ വിഷയമുണ്ട്. അയാളുടെ കുടുംബത്തിന് മറ്റെന്തോ സംഭവിച്ചിരിക്കുന്നു. അതേക്കുറിച്ച് അറിയാൻ പോലീസും അന്വേഷണം ആരംഭിച്ചു. പറഞ്ഞ കഥ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ. അത് വിശ്വസിക്കാൻ പോലീസ് തയ്യാറായതുമില്ല. അതുകൊണ്ട് തന്നെ ആ കാട്ടിൽ ആ കുടുംബം ക്യാമ്പ് ചെയ്ത സ്ഥലത്തേക്ക് തങ്ങളെ കൊണ്ടുപോകാൻ പോലീസ് ആവശ്യപ്പെട്ടു. 3 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു സംഘം അയാളോടൊപ്പം യാത്ര തിരിച്ചു കാടിനുള്ളിലേക്ക്. എങ്ങോട്ടോ തങ്ങളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമമാണ് അയാൾക്കുള്ളത് എന്ന് പോലീസ് സംശയിച്ചിരുന്നു. ഏതാണ്ട് ഉൾക്കാടിനുള്ളിലേക്ക് കടന്നപ്പോൾ മുതൽ അയാളുടെ ഭാവം മാറി. തുറസായ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അയാൾ കിതച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അയാളുടെ കണ്ണുകൾ ചുവന്നു തുടങ്ങി. ഒരു ചെന്നായെ പോലെ അയാൾ ഊരിയിട്ടു. അത് ഓഫീസർമാരെ ഭയപ്പെടുത്തുന്നതായിരുന്നു. അവർ ചുറ്റുപാടും നിരീക്ഷിച്ചു. അവിടെ അവർ കണ്ടത് മൃഗങ്ങളെ വീഴ്ത്താനുള്ള കെണിയും ക്യാമ്പ് ഫയറിൻ്റെ അവശിഷ്ടങ്ങളുമായിരുന്നു. അതെ, ഇവിടെ തന്നെ ആയിരിക്കാം ആ കുടുംബം ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ അവിടെ മുഴുവൻ അരിച്ചു പെറുക്കി. അവർ കണ്ടത് കത്തിക്കരിഞ്ഞ മനുഷ്യ മാംസത്തിൻ്റെ അവശിഷ്ടങ്ങളും എല്ലിൻ കഷ്ണങ്ങളുമായിരുന്നു. കണ്ടെത്തിയ എല്ലുകളിലെ മജ്ജ പോലും കഴിച്ചു തീർത്ത അവസ്ഥയിലായിരുന്നു. 8ഓളം തലയോട്ടികൾ അവിടെ നിന്നും കണ്ടെത്തി. അതിൽ 5 ചെറുതായിരുന്നു. അതിൽ ചിലത് മഴുകൊണ്ട് വെട്ടി പിളർന്നതുപോലെയും. പിന്നീട് അയാളെ മറ്റൊരു ഭാവത്തിലാണ് പോലീസ് കണ്ടത്. അയാൾ പറയുന്നു, തന്നോടൊപ്പം ഉണ്ടായിരുന്നവർ വിശന്നു മരിച്ചു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നും, പക്ഷെ പിന്നീട് വിശപ്പ് കൊണ്ട് അവരുടെ മൃതശരീരങ്ങൾ തനിക്ക് ഭക്ഷിക്കേണ്ടി വന്നു എന്നും. ആദ്യം മരണപ്പെട്ടത് തൻ്റെ മൂത്ത മകനായിരുന്നു എന്നും ആ ക്യാമ്പിൽ നിന്നും ഏതാണ്ട് 2 മൈൽ ദൂരെ അവൻ്റെ മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ട് എന്നും. അതൊരു സത്യമായിരുന്നു. ആ ക്യാമ്പിൽ നിന്നും ഏതാണ്ട് 2 മൈൽ ദൂരെ ആ കുഞ്ഞിൻ്റെ മൃതശരീരം കുഴിച്ചിട്ടത് പോലീസ് കണ്ടെടുത്തിരുന്നു. അവൻ വിശന്നാണ് മരിച്ചത് എന്ന് അവൻ്റെ ശരീരത്തിൽ നിന്നും തെളിവുകളും കണ്ടെത്തിയിരുന്നു. സ്വിഫ്റ്റ് റണ്ണർ സ്വന്തം ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും തലയൊട്ടിയെ സാക്ഷി നിർത്തി. അവരുടെ മരണത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തി ഒരുപക്ഷെ താങ്കളായിരിക്കും. ആ ചോദ്യം ചെയ്യലിൽ താങ്കൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അദ്ദേഹം പറയുന്നു ആ കൊലപാതകങ്ങൾക്ക് പിന്നിൽ അയാളാണ് എന്ന്.
മൂത്ത മകൻ്റെ മരണത്തിന് ശേഷം സ്വന്തം ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കൊന്നു ഭക്ഷിക്കുന്ന കാഴ്ച കണ്ട് ആ ഭാര്യയുടെ മാതാവും സഹോദരനും ഓടി രക്ഷപ്പെട്ടു എന്നും കണ്ടെടുത്ത 8 തലയോട്ടികളിൽ 2 ആരുടേതാണ് എന്ന് അയാൾക്കറിയില്ല എന്നും ക്യാമ്പിൽ നിന്നും കണ്ടെടുത്ത ചില വസ്തുക്കളിൽ കല്ലിൽ കൊത്തിയെടുത്ത ഒരു പ്രതിമയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പ്രതിമയെക്കുറിച്ച് ഒരുപാട് കഥകൾ ഇൻ്റർനെറ്റിൽ ലഭ്യവുമാണ്. സ്വിഫ്റ്റ് റണ്ണർ എന്ന പേരിനോടൊപ്പം ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ലഭിക്കുന്ന മറ്റൊരു പേര് ആ പ്രതിമയുടേതാണ്. ആ പേര് പസുസു എന്നാണ്. ഒരു നാടിനെ മുഴുവൻ ഭയപ്പെടുത്തിയ കൂട്ടക്കൊല പലരുടെയും പേടി സ്വപ്നമായി മാറിയത് ഒരാൾ തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കൊന്നു എന്നതുകൊണ്ടല്ല, അയാൾ തൻ്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും മൃതശരീരം ചുട്ട് കഴിച്ചു എന്നതുകൊണ്ടുമല്ല. നാടോടിക്കഥകളിൽ മാത്രം കേട്ടിരുന്ന ഒരു പിശാച് യാഥാർത്ഥ്യമാണ് എന്ന ഭയത്തിലായിരുന്നു. അതെ, നാടോടിക്കഥകളിൽ മാത്രം കേട്ട പസുസു കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു പിശാചാണ്. ആ പിശാചിൻ്റെ പ്രതിമ കയ്യിലെടുത്തത് കൊണ്ടാണ് സ്വിഫ്റ്റ് റണ്ണറുടെ കുടുംബം ഇല്ലാതായത്. നിങ്ങളും വിധി കാത്ത് ജയിലിൽ കിടക്കുമ്പോൾ ആ ഒരു പേര് പറഞ്ഞതായി കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നു. പസുസുവാണ് നിങ്ങളെക്കൊണ്ട് അത് ചെയ്യിച്ചത്, പസുസുവിൻ്റെ ശാപമാണ് നിങ്ങളെക്കൊണ്ട് അത് ചെയ്യിപ്പിച്ചത് എന്ന്. ജോൺ പീറ്റർ ടേണർ 1800കളിലെ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ്. അയാൾ തൻ്റെ നോർത്ത് വെസ്റ്റ് മൗണ്ടഡ് പോലീസ് എന്ന പുസ്തകത്തിൽ സ്വിഫ്റ്റ് റണ്ണറുടെ ജയിൽ ജീവിതത്തെക്കുറിച്ചും അന്ന് അയാൾ പറഞ്ഞ മൊഴികളെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. സ്വപ്നത്തിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ഒരു പിശാചിനെക്കുറിച്ചും അയാൾ പറഞ്ഞതായി പുസ്തകത്തിൽ പറയുന്നു. അന്നുണ്ടായിരുന്ന ചില സൈക്കോളജിസ്റ്റുകൾ ഈ ഒരു അവസ്ഥയെ വിളിക്കുന്നത് വെൻഡിഗോ സൈക്കോസിസ് എന്നാണ്. അതായത് പൈശാചികമായ ഒരു ബാധ തന്നെ ബാധിച്ചിരിക്കുന്നു, അത് തന്നിൽ പ്രവർത്തിക്കുന്നു എന്നൊരാൾ വിശ്വസിക്കുന്ന ഒരു മാനസികാവസ്ഥ. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് കാനിബോളിക് അർജ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതായത് മനുഷ്യ ശരീരവും മനുഷ്യ മാംസവും മനുഷ്യ രക്തവും ഭക്ഷിക്കാനുള്ള ഒരു താല്പര്യം. അവർക്ക് ഗോത്രപരമായ ഭാഷകൾ സംസാരിക്കാൻ സാധിക്കുമെന്നും പറയപ്പെടുന്നു. എന്നാൽ ഇത് ഒരു മാനസിക പ്രശ്നമല്ല എന്നും ഇത് പൈശാചികമായ ഒരു ബാധയാണ് എന്നും വിശ്വസിക്കുന്നവരായിരുന്നു അന്നുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം പേരും. ഇന്നും ഈ ഒരു കേസിനെ വെൻഡിഗോ സൈക്കോസിസ് ആയി കാണുന്ന പഠനങ്ങളുണ്ട്. മഞ്ഞുകാലത്തിൻ്റെ തീവ്രതയും വിശപ്പിൻ്റെ കാഠിന്യവും അതുപോലെ ഏകാന്തതയും ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ഇതുപോലെ ഒരു സൈക്കോസിസ് അവസ്ഥയിലേക്ക് കൊണ്ടുചെല്ലാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ സാധിക്കില്ല. എന്നാൽ ടേണറിൻ്റെ പുസ്തകത്തിൽ ശാസ്ത്രീയമായ മറ്റൊരു വേർഷനെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. പുസ്തകത്തിൽ പറയുന്നത് മറ്റൊരു പിശാചിനെ കുറിച്ചാണ്. ആ പിശാചിൻ്റെ പേര് പക്ഷേ പസുസു എന്നല്ല, വിസ്കി എന്നാണ്. വെള്ളക്കാരുടെ വരവോടുകൂടി പുരാതന കനേഡിയൻ ഗോത്രങ്ങളിലേക്ക് വന്നെത്തിയ ഒരു ലഹരി പാനീയമായിരുന്നു വിസ്കി. പ്രാദേശികരായ നാട്ടുകാരെ കയ്യിലെടുക്കാൻ വേണ്ടി വിസ്കിയും തോക്കും വാരിക്കോരി നൽകിയതിനെക്കുറിച്ച് ആ പുസ്തകത്തിൽ പലയിടങ്ങളിലും വിശദീകരിക്കുന്നുണ്ട്. ഭക്ഷണം പോലും ലഭിക്കാതിരുന്ന മഞ്ഞുകാലത്ത് വിസ്കി മാത്രം കഴിച്ച് മാനസിക പ്രശ്നങ്ങളിലായ ഒരുപാട് പേരെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം സ്വിഫ്റ്റ് റണ്ണർ വെൻഡിഗോ സൈക്കോസിസ് എന്ന മാനസികാവസ്ഥയിലേക്ക് ചെന്നെത്തിയത്. പസുസു എന്നതിന് മാത്രമല്ല, ഒരു പിശാചിനും ഒരു പ്രതിമയിലൂടെയും കടന്ന് നമ്മുടെ കുടുംബത്തെ ബാധിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മനുഷ്യന് കാലങ്ങളായ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു വിഷമം ഉണ്ടായാൽ അതിൻ്റെ കാരണം അന്വേഷിച്ചു പോകും. അത്തരം അന്വേഷണങ്ങൾ ചെന്നെത്തുന്നത് വല്ല കൂടോത്രത്തിലോ പ്രാക്കിലോ ഇത്തരം പ്രതിമകളിലോ ആയിരിക്കും. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ വിഷമത്തിൽ ഞാനും പങ്കുചേരുന്നു. പക്ഷേ അതിന് കാരണം നിങ്ങളുടെ ഷോക്കേസിൽ എപ്പോഴോ വന്നു കയറിക്കൂടിയ ഒരു പാവം പ്രതിമയാണെന്ന് വിശ്വസിക്കാൻ ഒരൽപ്പം ബുദ്ധിമുട്ടുണ്ട്. ഒന്നിരുത്തി ചിന്തിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളുടെയും വിഷമത്തിൻ്റെയും കാരണം. സ്വിഫ്റ്റ് റണ്ണർ എന്ന വ്യക്തിയും അയാൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ചു, തൂക്കിലേറ്റപ്പെട്ടു. ആ നിമിഷം പോലും അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ശരീരവും കൂടി നീ ഭക്ഷിക്കൂ എന്ന്. നിങ്ങൾക്ക് ചിന്തിക്കാം, സ്വിഫ്റ്റ് റണ്ണറിനെ കൊണ്ട് അങ്ങനൊരു തെറ്റ് ചെയ്യിപ്പിച്ചത് പസുസു എന്ന പിശാചായിരുന്നോ അതോ പൈശാചികമായ ലഹരി സമ്മാനിച്ച മാനസിക പ്രശ്നങ്ങളോ? ആൻഡ് ദ ഗെയിം ഈസ് ഓവർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ